സമാധാന ചർച്ചകൾക്കിടെ നിർണായക നീക്കവുമായി US. ഉപരോധം നിലനിൽക്കുന്ന ഇറാന്റെ ആസ്തികൾ ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് ചെലവഴിക്കാൻ US ഒരുങ്ങുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇറാന്റെ 2400 കോടി ഡോളറിന്റെ വിദേശ ആസ്തികൾക്കാണ് US ഉപരോധമുള്ളത്. USുമായുള്ള യുദ്ധത്തിന് പരിഹാരം കാണാൻ ഈ ആസ്തികൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ തുക ഇറാന്റെ ആക്രമണത്തിനുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിച്ചേക്കും. ഇത് ഇറാൻ അംഗീകരിക്കാനിടയില്ല. US സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായേക്കാമെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഹോർമുസിൽ ഇറാന്റെ ഡ്രോണുകൾ US സൈന്യം വെടിവെച്ചിട്ടതും പശ്ചിമേഷ്യയിലെ പലയിടങ്ങളിലും ഇറാൻ ആക്രമണം നടത്തിയതും നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിക്കുള്ള നിർണായക സന്ദേശവുമായി പാക് സൈനിക മേധാവി അസിം മുനീർ ഇറാനിലെത്തിയിട്ടുമുണ്ട്. എന്നാൽ എന്താണ് ഈ സന്ദേശമെന്ന് ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഓഹരി വിപണി, ക്രൂഡ് ഓയിൽ, സ്വർണം എന്നിവയെ ബാധിക്കാനിടയുള്ള നീക്കമാണിത്. US തൊഴിൽ കണക്കുകളിൽ തട്ടിത്തകർന്ന വിപണി കൂടുതൽ ഇടിവിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ വിപണിക്ക് ഗുണകരമായേക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും മാത്രമല്ല പങ്കാളികൾക്ക് ഇതിനകമുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും ഈ ആസ്തികൾ ഉപയോഗിക്കാൻ ഈ നിർദ്ദേശം അനുവദിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന് സംഭവിച്ച മുൻകാല നാശനഷ്ടങ്ങളുടെ ചിലവ് വിലയിരുത്തുന്നതിനും ഇറാനിയൻ ആസ്തികൾ ആ ചിലവുകൾ വഹിക്കാൻ ഉപയോഗിക്കാമോ എന്ന് പരിശോധിക്കുന്നതിനും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഏതൊക്കെ ഇറാനിയൻ ആസ്തികളാണ് പരിഗണനയിലുള്ളതെന്ന് ഉറവിടം വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും നിലവിൽ അമേരിക്ക മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ മാത്രമല്ല ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുവൈറ്റിനും ബഹ്റൈനുമെതിരായ ഇറാനിയൻ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് ഒരു ദിവസത്തിന് ശേഷമുള്ള ഈ നീക്കം ഇതിനകം തന്നെ ദുർബലമായ നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയൊരു പിരിമുറുക്കം സൃഷ്ടിച്ചേക്കാമെന്നും പറയുന്നു. പ്രത്യേകിച്ചും വാഷിംഗ്ടണുമായുള്ള വിശാലമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായി വിദേശത്ത് സൂക്ഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ഡോളർ ഇറാനിയൻ ഫണ്ടുകളിലേക്ക് പ്രവേശനം നൽകണമെന്ന് ടെഹ്റാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തുടർച്ചയായ വെടിനിർത്തൽ ഉണ്ടായിരുന്നിട്ടും അമേരിക്കയും ഇറാനും സൈനികമായി പരസ്പരം ഏറ്റുമുട്ടിയപ്പോഴാണ് സ്വത്ത് നിർദ്ദേശം ഉയർന്നു വന്നത്. ശനിയാഴ്ച പുലർച്ചെ ഗുരുക്കിലെ ഇറാനിയൻ തീരദേശ റഡാർ സൗകര്യങ്ങളിലും ഹോർമുസ് കടലിടുക്കിലെ ഹേഷ്ടം ദ്വീപിലും US സൈന്യം ആക്രമണം നടത്തി. തന്ത്രപ്രധാനമായ ജലപാതയിലെ സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയായി കണക്കാക്കിയ ഇറാനിയൻ ഡ്രോണുകൾ തടഞ്ഞതിനെ തുടർന്നാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചതുകൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. 7 ബാലിസ്റ്റിക് മിസൈലുകൾ ജനവാസ മേഖലകൾക്ക് മുകളിലൂടെ കടന്നുപോയതായി ഭൗതിക നാശനഷ്ടങ്ങൾ ഉണ്ടായതായും എന്നാൽ ആളപായമില്ലെന്നും കുവൈറ്റ് അധികൃതർ പറഞ്ഞു. ബഹ്റൈൻ മുന്നറിയിപ്പ് സൈറണുകൾ മുഴക്കുകയും താമസക്കാരെ അഭയം തേടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലവിൽ തുടരുന്ന നയതന്ത്ര ശ്രമങ്ങൾ അനുകൂലമായ ഒരു കരാറിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനെ താൻ ഒരു ബഹുമതിയായി കരുതുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ നേതാവുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് പറഞ്ഞത്. ഇത്തരം കൂടിക്കാഴ്ചകൾ തികച്ചും സമാധാനപരവും പരസ്പര ബഹുമാനത്തോടും കൂടിയായിരിക്കും കൈകാര്യം ചെയ്യുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അതൊരു ബഹുമതിയായി ഞാൻ കരുതും. ഞങ്ങൾ തമ്മിൽ ഒരു വലിയ കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടേക്കാം. അതിൽ എനിക്ക് യാതൊരുവിധ എതിർപ്പുമില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.